വെച്ചാല് എന്നെ ഭീഷണിപ്പെടുത്തുകയോ എന്റെ ഭർത്താവ് എല്ലായിടത്തും എന്റെ തള്ള പറഞ്ഞുകൊണ്ട് കിടക്കണം മദ്യപാനിയാണ്, കുടിയനാണ്, കുടിയനാണ് എന്ന് സ്വന്തം ഉമ്മാനെ തെറി പറയുന്ന ഇപ്പം യൂട്യൂബിലെ രണ്ടാമത്തെ താരം. ഒന്നാമത്തെ താരം ഷാജിദ ഷാജി, രണ്ടാമത്തെ താരം നജില ഷാ. അപ്പം ഉമ്മ പറഞ്ഞത് ഇവളെ ഭർത്താവ് കുടിയനാണെന്ന് പറഞ്ഞത് സത്യമല്ലേ? നീയല്ലേ എല്ലാം കളവ് അറിയുന്നത്. നിൻ്റെ ഉമ്മ പറഞ്ഞത് 100% സത്യമാണ്. പിന്നെ ആ കള്ളുകൂടിയെന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുന്നിട്ടാ അവളെ ഉമ്മയല്ലേ തന്നിന് പൈസ കള്ളുകുടിക്കാൻ. അവളെ ഉമ്മയല്ല തന്നിന്, നീ ഉണ്ടാക്കിയിട്ട് കള്ളുകുടിക്കും. അല്ല, കള്ളുകുടിക്കുന്ന ആൾ കള്ളുകുടിയാന്നല്ലാണ്ട് പിന്നെ എന്താ വിളിക്കണ്ട്? വേറെ പേരുണ്ടാ? എന്തെങ്കിലും നിങ്ങൾ എല്ലാവർക്കും പറഞ്ഞതാ? അവരെ മക്കളാരും കുടിക്കൂല, അവര് നല്ലവരാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അൽഹംദുലില്ലാ. ഷാ മാത്രമേ ഉള്ളൂ കുടിയേ. പിന്നെ എന്റെ ഉമ്മയും ബാപ്പയും ജീവിതം കണ്ടാണ് ഞാൻ വളർന്നത്. അമ്മച്ചിമാരുടെ അടുത്ത് നിന്നാണ് ഞാൻ വളർന്നത്. പിന്നെ വലുതായതിനു ശേഷവും എന്റെ ഉമ്മയും ഉപ്പയും ഇന്നും ചേർച്ച ഇല്ലാത്തവരാണ് പല കാരണത്തിൽ. എടി, വെറുതെ എന്തിനാ അവനവൻ്റെ പല്ല് കുത്തിയിട്ട് മറ്റുള്ളവരെ നാറ്റിക്കാൻ നിൽക്കുന്നത്? നീ ഇപ്പം നിൻ്റെ കുടുംബത്തിനെ പറ്റിയിട്ട് ഇല്ലാത്ത മോശവും കുറ്റവും കുറവും തെച്ചും പറയുന്നത് നീ ഒരു നല്ലൊരു മനുഷ്യനോടൊന്നല്ല നീ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ അവൻ എന്ത് കുടിയനായാലും, നിൻ്റെ കെട്ടിയവൻ എന്ത് കുടിയനായാലും അവൻ്റെ ഉമ്മാനെയോ അവൻ്റെ ഉപ്പാനെയോ അവൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല. പക്ഷെ അവനെ അടക്കം നീയാണ് കുറ്റം പറയുന്നത്. എന്നാൽ ആ വായി കൊണ്ട് തന്നെ നിൻ്റെ സ്വന്തം കുടുംബത്തിനെയാണ് നീ കുറ്റം പറയുന്നതെന്ന് ഓർക്കണം. എന്റെ വാപ്പായെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഷാൻ ഇറക്കി വിട്ടു എന്നൊരു ഞാൻ വീഡിയോ ചെയ്തില്ലേ. എന്റെ അമ്മ ചെറുതിലെ എന്റെ വാപ്പ ഇറക്കി വിട്ട്. എന്റെ വാപ്പാക്ക് ഒരു ബാങ്ക് അക്കൗണ്ടെങ്കിലും ഉണ്ടാന്ന് വെച്ചാണ് ഇല്ല. അപ്പോൾ അതാണ് കാര്യം. കാരണം എന്ന് വെച്ചാൽ ഈ ചെറിയ കുട്ടികൾ ഈ വലിയ വലിയ ആൾക്കാരുടെ കാര്യങ്ങൾ കണ്ടിട്ടില്ലേ പഠിക്കൽ. അതാണ് ഇപ്പം ഇവള് പറയുന്നത്. ഇവള് കുട്ടിയായിരുന്നപ്പോൾ ഇവളെ ഉപ്പയും ഉമ്മയും ചെയ്ത കാര്യങ്ങളാണ് ഇപ്പം ഇവള് ചെയ്യുന്നത്. അതാണ് ഇപ്പം ഇവള് പറഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ ഉപ്പയും ഉമ്മയും എൻ്റെ മുന്നിൽ നിന്ന് ചെയ്ത പണികളാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ ഇപ്പം പറഞ്ഞ ആ ഒരു തെറ്റ് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? കൊള്ളാപ്പാ. ഏതായാലും ബാക്കിയും കൂടെ പറ. എന്റെ പാപ്പക്ക് ഒരു ബാധ്യതയില്ല, എന്നോട് ദേഷ്യവും ഇല്ല എന്റെ ഉപ്പയ്ക്ക്. എന്റെ ഉപ്പ പാവമാണ് ആള്. ഞാൻ ദേഷ്യത്തിന്റെ അർത്ഥം വാപ്പ എന്തെങ്കിലും ദേഷ്യത്തിന്റെ അർത്ഥം എന്റെ അടുത്ത് പറഞ്ഞാലും നമ്മൾ തമ്മിൽ വാപ്പയും മോളും തമ്മിൽ അപ്പ തീരും. വാപ്പയ്ക്ക് യാതൊരു ദേഷ്യങ്ങളും ഇല്ല. ഇതങ്ങനെയല്ല. കിന്നരി മൈനയില്ലേ ഗിരിഗിരി എന്ന് പറഞ്ഞോണ്ട് മെനിയാന്ന് വണ്ടിയിൽ പോയപ്പോ കുടിയാന്ന് വിളിക്കണേട്ട്. അപ്പം ഒരു കാര്യം മനസ്സിലായിക്കോ, ഇവളെ ഉമ്മ ഇവളെ ഉപ്പാനെ ഇറക്കി വിട്ടെന്നാ പറയും. അപ്പം അതേ നടപടിയാണ് ഇപ്പം ഇവൾ ചെയ്യുന്നത്. കാരണം അവൻ കള്ളും കുടിച്ച് വരുന്ന സമയത്ത് ഇവളെ കെട്ടവനെ ഇറക്കി വിടും. അപ്പം കുറച്ച് കള്ളും വെള്ളമെല്ലാം താണിട്ടാകുമ്പം ഇവളെ വീണ്ടും ഇവനെ കയറ്റി പാർപ്പിക്കും. അപ്പോൾ അവൾ പറയുന്നത് അതാണ്, ഞാൻ ചെറുപ്പത്തിലേ ഇതാണ് കണ്ട് വളരുന്നത്. എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പാനെ പായിക്കുന്നതും എൻ്റെ ഉപ്പാനെ വിളിച്ച് കൂട്ടുന്നതും. അപ്പോൾ അതേ നടപടിയാണ് ഇപ്പോൾ ഇവൾ എടുക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ ഒരു കാര്യം പറയുന്നുണ്ട്. എന്തായാലും എനിക്കുണ്ടായ നഷ്ടങ്ങളും ലാഭങ്ങളും എനിക്ക് സ്വന്തം. ഞാൻ അനുഭവിച്ചാൽ പോരെ, അത്രേ ഉള്ളൂ. എടി, നിന്നോട് നിൻ്റെ വീട്ടുകാർ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും നാളെ ഒരു അവസരത്തിൽ ഒരു വിഷമഘട്ടത്തിൽ അവർ മാത്രം നിൻ്റെ കൂടെ ഉണ്ടാവും. ഇപ്പം നിൻ്റെ ഈ കാറിൽ നിൻ്റെ ഈ മുൻസീറ്റിൽ നിന്നിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഈ നിൻ്റെ കെട്ടിയോനെന്ന് പറയുന്ന ഈ കുടിയൻ മാപ്പിള ഒരിക്കലും നിനക്ക് സ്വന്തമല്ല. ഇനി മാപ്പിള ഏതൊരു പെണ്ണിൻ്റെ ഭർത്താവായാലും വെറും 3 മൊഴി ബന്ധമാണ്. അവരാ മൊഴി അങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ബന്ധവുമില്ല. പിന്നെ നീ ഇപ്പം ഈ കുറ്റം പറഞ്ഞ നിൻ്റെ കുടുംബം മാത്രമേ നിൻ്റെ കൂടെ ഉണ്ടാവും. വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കും. എന്തായാലും എനിക്ക് എന്റെ ഭർത്താവിനെ കളയാൻ പറ്റൂല. പല ശ്രമങ്ങളും നോക്കി ഷാനെ ഉപേക്ഷിക്കാൻ, ഒന്നും നടക്കൂല. അപ്പം നിൻ്റെ ചാനുണ്ടാവും വിചാരിക്കുന്നു, ഇതിപ്പം നമുക്കൊരു ഒഴിയാബാധയായി. അപ്പം ഇനി നിന്നെ ഒഴിവാക്കേണ്ട പണി അത് നിൻ്റെ ചാനെടുത്തോളൂ. നീ ആയിട്ട് നിൻ്റെ ചാനിനെ ഒഴിവാക്കണ്ട, നിൻ്റെ ചാനെന്ന് നിന്നെ ഒഴിവാക്കിക്കോളും. അതെങ്ങനെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വീഡിയോയും ഈ യൂട്യൂബും ഈ നിൻ്റെ എന്താ പറയുക യൂട്യൂബ് ചാനലെല്ലാം ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം താമസിയാതെ കാണാൻ പറ്റും. ആത്മഹത്യ ഭീഷണി എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൻ്റെ കോമ്പൗണ്ടിൽ കയറാനും ഇനി പറ്റൂല.
പള്ളിക്ക് സ്റ്റേഷൻ പറഞ്ഞിട്ടുണ്ട്. ആത്മഹത്യയൊക്കെ ചെയ്യുന്നവർ അവരവരെ കിണറ്റിലേക്ക് ചാടിക്കോളൂ. പറഞ്ഞാലും പിടിക്കുന്നില്ല, വീഡിയോ എടുത്തോണ്ടിരിക്കുകയുള്ളൂ. എന്റെ കിണറ്റില് ചാടാൻ ചാവുന്നവർക്ക് ചാവാം. എന്റെ കിണറ്റില് ചാടിയാ ഇറച്ചി തരയും വേണം. എന്റെ കിണറ്റിൽ വന്ന് ചാടിയ ഇറച്ചി തരയും വേണം. എന്റെ സർവേ കല്ലിന്റെ അകത്തോട്ട് കേറാനും പാടില്ല. എരുതിയിൽ നല്ലോണം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ആളി കത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ എത്ര നാൾ നിൻ്റെ സർവേ കല്ലിന് പുറത്താക്കിയ നിൻ്റെ കെട്ടിയോനാന്ന് നിൻ്റെ കൂടെ ഇപ്പം ഇരിക്കുന്നത്. അപ്പം നിൻ്റെ വാക്കിനും പ്രവർത്തിക്കുന്നതും ഒരു വിലയുമില്ല, നിലയുമില്ല. ഇതേ പബ്ലിക്കിൽ ഇതേ യൂട്യൂബിൽ ചാനലിൽ വന്നിട്ട് നീ ഒരു ഉളുപ്പും ഇല്ലാണ്ട് നീ ഇത് മാറ്റിപ്പറയും. അങ്ങനെയാണ് നിൻ്റെ സ്വഭാവം. കാരണം നിനക്ക് മറ്റുള്ളവരെ നിൻ്റെ അഭിമാനമല്ല വലുത്, നിനക്ക് അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷാണ് വലുത്. അപ്പം അതിന് നീ എന്തും പറയും. എന്റെ വസ്തു ജപ്തിയാവുന്നത് വരെ ഞാൻ അവിടെ കിടക്കും. കാരണം എനിക്ക് വേണ്ടിയല്ല ഞാൻ വീട് പ്രമാണം ലോൺ വെച്ചത്. അന്ന് വീടില്ല, പ്രമാണമാണ്. നൗഫലിന്റെ കല്യാണത്തിനാണ് വെച്ചത്. കല്യാണത്തിനും വഴി മേടിക്കാൻ ഞാൻ 40,000 രൂപ ഇട്ടിട്ടുണ്ട്. കല്യാണത്തിന് കൊടുത്ത് സഹായിച്ച കാര്യങ്ങളൊക്കെ വിളമ്പേണ്ട ഒരു വേദിയല്ല ഈ യൂട്യൂബ്. കാരണം എന്ന് വെച്ചാൽ നാളെ ഒരു നാളിൽ നിങ്ങളെല്ലാ എന്താ പറയുക ബന്ധുക്കളും കുടുംബാംഗങ്ങളെല്ലാം ഒന്നിച്ച് ചേരേണ്ടവരാണ്. നിങ്ങളിങ്ങനെ ഈ ദേഷ്യം വരുന്ന സമയത്ത് നിങ്ങളെ എന്താ പറയുക വീട്ടിലില്ല, നിങ്ങളെ അടുക്കളയിലില്ല, 4 ചുവരിനുള്ളിലില്ല പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് കൊണ്ട് ഇടേണ്ട ഒരു വേസ്റ്റ് കൊട്ടയല്ല യൂട്യൂബ്. പിന്നെ എനിക്കതൊന്നും പ്രശ്നമില്ല. എനിക്ക് എന്തായാലും എന്റെ മക്കളെ കുറിച്ചിട്ട് ഞാൻ വേറെ ആരെ കുറിച്ച് വീഡിയോ ചെയ്യുന്നില്ല. തള്ളേനെ ഞാൻ വെറുതെ വിടൂല. കാരണം എന്ന് വെച്ചാൽ തള്ള കാരണമാണ് ഇപ്പൊ ഇത്രയും നാറിയത്. തള്ള ഒറ്റൊരുത്തിയാണ് പബ്ലിക്കിൽ ആ ഒരു കാര്യം പറഞ്ഞത്. തള്ള പെർഫെക്റ്റ് ആണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചില്ലേ, തള്ള എന്നെ കുറിച്ച് എവിടെ ഏത് സ്ഥലത്ത് പോയാലും അവളെ 4ാമത്തെ മാപ്പിളയാണ്, അവളെ 3ാമത്തെ മാപ്പിളയാണ്, അവൻ കുടിയനാണ്. മുമ്പൊരു പഴഞ്ചൊല്ലുണ്ട്, ഉള്ളത് പറഞ്ഞാൽ ആക്കണ്ടൂടാ, ഇല്ലാത്ത പറഞ്ഞാൽ അള്ളാക്കണ്ടൂടാ. അതേ അവസ്ഥയത്. ഇപ്പം ഇവക്ക് 4ാമത്തെ മാപ്പിളയാണ് ഇപ്പം ഇവളെയും കൊണ്ടിപ്പം നടക്കുന്നത്. അപ്പം ഉമ്മാനോട് ആരെങ്കിലും ചോദിച്ചാൽ ഉമ്മ 4ാമത്തെ മാപ്പിളയാന്ന് കുടിയനാന്ന് പറഞ്ഞു കൊടുത്താൽ അത് ഇവൾക്ക് പറ്റൂല. പിന്നെ ഇവിടെ നിൻ്റെ 1ാമത്തെ മാപ്പിളയൊന്നുമല്ലല്ലോ, നിനക്ക് 4ാമത്തെ മാപ്പിള 4 എന്താ പറയുക 4 മാപ്പിള വന്നതിൽ ഇപ്പം 4ാമത്തെ കെറുപ്പം. അപ്പം നീയായിട്ട് തന്നെ നാട്ടുകാർക്ക് എല്ലാം അറിയിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഉമ്മ പറയുന്നതിൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. 4 മാപ്പിള വന്നതിന് തെളിവ് നിൻ്റെ കയ്യിൽ. കാരണം കുറ്റം പറയണതല്ല, തള്ള ആവണം. തള്ള ആവണം. ഇതിപ്പോൾ ഷാജിനെ പോലെ തന്നെ നജിലാഷൻ തള്ളയായി. ഉമ്മ പോയിട്ട് ഇപ്പം തള്ളയായി. ഇയാളുടെ അടുത്ത് നിന്ന് ഇവളെ മോൾക്ക് പിന്നെ ചെറുതായിട്ട് എന്തോ പീഡനം നടന്നതിനാലാണ് ഇവളെ മകളെ ഇവളെ ഉമ്മാൻ്റെ അടുത്ത് കൊണ്ടാക്കുക. അന്ന് ഇവളെ മകളെ ഉമ്മ നോക്കുന്നുണ്ട്, അന്ന് ഇവളെ ഉമ്മ നല്ലത്. അപ്പോൾ അവിടെ പോയി നിന്നിട്ട് പിന്നെ കുട്ടിയുടെ ഉപ്പയായിട്ട് ഇവർ ഫോണിലേക്കൂടെ കണക്ഷൻ ആയപ്പോൾ ഇപ്പോൾ ഉമ്മ ഇവക്ക് ബടക്കായി. അപ്പോൾ ഉമ്മ ബടക്കാകുമ്പോഴത്തേക്ക് ഉമ്മ എന്നുള്ള അക്ഷരം തന്നെ പോയി. ഉമ്മ എന്ന ആ വാക്ക് വരെ ഉച്ചരിക്കാൻ ഇവക്ക് മടിയായി, ഇവക്ക് അറപ്പായി. ഇപ്പം തള്ളയെ ഷാജിനെ കൊണ്ട് പറഞ്ഞ പോലെ തള്ള അവളെ ആ ഒരു എന്താ പറയുക കാര്യങ്ങളൊക്കെ അറിഞ്ഞത് കൊണ്ടാണ് ഇവൾ ഷെരീഫിനെ ഇത്രയും എന്താ പറയുക ഒരു വീഡിയോയിൽ അത്രയും അവനെ കുറവാക്കി വിട്ടത്. ഷെരീഫിനെ ഒരാൾ കുറവാക്കിയെങ്കിൽ ഷെരീഫ് ആരും വെറുതെ വിടൂല, അത് ഉറപ്പ്.